ടുഡേ ഒരു വീക്കെൻഡ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു വീക്കെൻഡാണ്. സോ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി റൂമിൽ നിന്ന്. നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് അൽ ബിദിയ മോസ്കിലേക്കാണ്. ഫുജൈറയിലാണ് മോസ്ക് വരുന്നത്. ഈ മോസ്കിനെ പറ്റി പറയുകയാണെങ്കിൽ UAE ഏറ്റവും പഴയ പള്ളിയാണിത്. സോ നമ്മൾ അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പോകാൻ കുറച്ചുണ്ട്, അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയത്. പോകുന്ന വഴി നല്ല രസമാണ്. നമ്മൾ സീനറൊക്കെ കാണാൻ കുറേ ബിൽഡിങ്ങും മറ്റേ ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ നാടൻ ടൈപ്പ് സാധനങ്ങൾ, മറ്റേ ഡെസേർട്ടും മലയും കുറേ എന്തെല്ലോ മരങ്ങളും അങ്ങനത്തെ ഒരു ഏരിയയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി കാണുന്നത് ഒരു വലിയൊരു മലയാണ് പോലും. അങ്ങനെ ഈ മല കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ നടുക്കിങ്ങോട്ട് റോഡ് വരെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പണ്ട് ഇങ്ങനെ കുറേ റോഡും ഇങ്ങനത്തെ നല്ല അടിപൊളി റോഡൊന്നുമില്ല, ഒരു നോർമൽ വൺ വേ റോഡൊക്കെയാണ്. ഇപ്പോൾ നല്ല ട്രാവൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, നല്ല റോഡാണ്, അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ വരികയും ചെയ്യാം. കുറേ കിലോമീറ്റേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ വേഗം എത്തും, വേഗം പോകാനും വരാനും ഒരു ടയേർഡും ആവില്ല അങ്ങനെ. പിന്നെ അങ്ങോട്ട് ടണലുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ ടണലിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ഒരു പേടിയാണ്, അഥവാ ഇതെല്ലാം പൊട്ടിയിട്ട് നമ്മളെ മേത്തൊക്കെ അങ്ങ് പോകുമോ എന്നുള്ളത്. ഈ ടണലിൻ്റെ മാത്രമല്ല, നമ്മളൊരു ലിഫ്റ്റ് കയറും വരെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്, നമ്മൾ ഈ ലിഫ്റ്റിനുള്ളിൽ സ്റ്റക്കായി പോകും, എന്താ നമ്മൾ ചെയ്യാന്നല്ല. എനിക്ക് മാത്രമേ അങ്ങനെ തോന്നുന്നത്. സോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോഴുള്ള വ്യൂ അടിപൊളിയാണ്. അപ്പം നമ്മളിതാ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് ബിദിയ മോസ്ക്. പള്ളീനെ പറ്റി പറയുകയാണെങ്കിൽ UAE ദ ഓൾഡസ്റ്റ് മോസ്കാണ്. 1446 AD ഈ പള്ളി ബിൽഡ് ചെയ്തത്. ദിബ്ബ എന്ന് പറയുന്ന പ്ലേസിലാണ് ഈ പള്ളി ഉള്ളത്, ഫുജൈറയിൽ. ആ പള്ളി പോലെ തന്നെ ഒരു ചെറിയ പള്ളി, അവിടുത്തെ മണ്ണും ആ കല്ല് റോക്സും കൊണ്ടുണ്ടാക്കിയ ഒരു കുഞ്ഞു പള്ളിയാണത്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പള്ളിയാണ്. അതുപോലെ തന്നെ മാഷാ അല്ലാഹ് അവരത് കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ പള്ളീൻ്റെ പുറത്ത് ഇങ്ങനെ കുറച്ച് കയറി നമുക്കതിന് മേലെ കയറി ഒരു വ്യൂ പോയിൻ്റൊക്കെ കാണാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. സത്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ പള്ളിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പോയ ആ വീക്ക് എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് പള്ളീൻ്റെ ഉള്ളിൽ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല, ഇപ്പോൾ നിങ്ങൾക്ക് പോകാം, ഇതിനുള്ളിൽ കയറാം, പ്രേയേഴ്സൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല പള്ളീൻ്റെ പുറത്ത് ഒരു കുഞ്ഞ് കിണറുണ്ടായിരുന്നു, അതിൽ വെള്ളവും കപ്പി ഇതെല്ലാം കണ്ടപ്പോൾ സന്തോഷമായി. പിന്നെ നമ്മൾ സൺസെറ്റും കണ്ട് തിരിച്ചു